വസല്ലമ തങ്ങൾ സ്വന്തം കുടുംബത്തിലേക്ക് ഇറങ്ങിയപ്പോ, സ്വന്തം നാട്ടിലേക്ക് ഇറങ്ങിയപ്പോ, സ്വന്തം അയൽവാസികളോട് ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി കളത്തിലിറങ്ങിയപ്പോ നബി തങ്ങൾ ഏറ്റുവാങ്ങിയ പ്രയാസങ്ങൾ എത്രയാണ്, സ്വഹാബത്ത് വാങ്ങിയ നൊമ്പരങ്ങൾ എത്രയാണ്. ഇന്ന് നമ്മുടെ സർക്കാരുകൾ ഇവിടത്തെ ആക്ടുകൾ കൊണ്ടുവന്ന് ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളെ നാട്ടിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തു നബി തങ്ങൾക്ക്, സ്വഹാബാക്കൾക്ക്, അന്നത്തെ അക്രമികളായ മക്ക മുശ്രിക്കീങ്ങൾ NRC നടത്ത ചരിത്രം നിങ്ങൾക്കറിയുമോ? നാട്ടിൽ പുറത്താക്കിയത് മാത്രമല്ല, സ്വഹാബത്തിന് ഭക്ഷണം കൊടുത്തില്ല, സ്വഹാബത്തിന് വെള്ളം കൊടുത്തില്ല, സ്വഹാബത്തിന്റെ വീടുകളിൽ ജീവിക്കാൻ അനുവദിച്ചില്ല, സ്വഹാബത്തിന്റെ കുടുംബങ്ങളെ കൂടെ പാർക്കാൻ അനുവദിച്ചില്ല. ഏതുവരെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾ സ്വഹാബത്ത് പച്ചയിലകളെ കഴിച്ചിട്ടുണ്ട്, പള്ളയിലേക്ക് മണ്ണ് കെട്ടിവെച്ചിട്ടുണ്ട്, പള്ളയിലേക്ക് കയറുകളെ കൊണ്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട്. നബി തങ്ങളെ മുമ്പിലേക്ക് വന്ന് സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, ഭക്ഷണമില്ലാതെ ദിവസങ്ങൾ കഴിഞ്ഞു നബിയേ, വല്ലാത്ത പട്ടിണിയുണ്ട് നബിയേ, വല്ലാത്ത ദാഹമുണ്ട് നബിയേ, വല്ലാത്ത വിശപ്പുണ്ട് നബിയേ എന്ന് വയറ് കാണിച്ചപ്പോ അവിടത്തെ ഷർട്ട് പൊക്കി കാണിച്ചവിടെന്ന് കാണിച്ചു കൊടുത്തു. സ്വഹാബാ, വല്ലാത്ത വിശപ്പുണ്ടല്ലേ, വല്ലാത്ത വേദനയുണ്ടല്ലേ. അനുയായികൾ വിഷമിക്കുമ്പോ രാജാവായി വിരാജിക്കുന്ന എത്രയോ ആളുകളില്ലേ. നബി തങ്ങൾ അവിടെ നിന്ന് കാണിക്കുന്നു, എന്റെ പള്ളയിലേക്ക് ഞാൻ കല്ല് വച്ച് വലിച്ചു കെട്ടിയത് എന്റെ വിശപ്പകറ്റാൻ പറ്റാത്തത് കൊണ്ടാണ്. മക്കയിലെ മുശ്രിക്കീങ്ങൾ അക്രമം സഹിക്കാൻ പറ്റാതെ ആമിന ഉമ്മയുടെ നാട്ടിലേക്ക് ത്വായിഫിന്റെ മണ്ണിലേക്ക് മുത്തു നബി തങ്ങൾ പോയപ്പോ ത്വായിഫുകാർ